വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് 10th സ്റ്റാൻഡേർഡിലെ സ്റ്റേറ്റും CBSEക്കാണ് കൂടുതലായിട്ട് ബന്ധമുള്ളതെങ്കിലും 10th സ്റ്റാൻഡേർഡിലെ CBSEക്കും സ്റ്റേറ്റിനുമുള്ള ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ പോർഷനാണ് നോക്കുന്നത്. ഇവിടെ ഇന്നത്തെ പോർഷൻ എന്ന് പറയുന്നത് കണക്ഷൻ സിസ്റ്റംസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാൽ. ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ അല്ലേ. കുറച്ചേറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിവില്ലാത്തവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിംബൽസ്. ഓക്കെ, നമുക്ക് ഇലക്ട്രിക്കൽ സിംബൽസിൻ്റെ ആദ്യം കാണുന്ന സാധനം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നു, റെസിസ്റ്റേഴ്സ് അല്ലേ. എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് റെസിസ്റ്റർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുക? ദ പ്രോപ്പർട്ടി വിച്ച് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കാൾഡ് റെസിസ്റ്റർ അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിനെ അങ്ങനെ ചെയ്യുന്ന ഒരു സാധനത്തിനെ കമ്പോണൻറ്റിനെ നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. സാധാരണ ഏത് ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കാം? ഇതാണ് സെൽ. നമ്മൾ കടയിൽ ചെന്ന് ബാറ്ററി എന്ന് പറയും അല്ലേ. ഒരിക്കലും അത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് പെൻടോർച്ച് സെൽ എന്നൊക്കെ പറയുമ്പോൾ സെൽ, അതായത് ഇവിടെ ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ഒരു പോസിറ്റീവും നെഗറ്റീവും മാത്രമേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ പോസിറ്റീവുകളും നെഗറ്റീവുകളും സീരീസ് ആയിട്ടോ പാരലലായിട്ടോ കണക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് ബാറ്ററി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സാധനം എന്തായിരിക്കും? യെസ്, അതാണ് നമ്മുടെ ബാറ്ററി അല്ലേ. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു പോസിറ്റീവ്, അത് കഴിഞ്ഞിട്ട് ആ സെല്ലിൻ്റെ നെഗറ്റീവിൽ അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ നെഗറ്റീവിൽ നമ്മൾ ഔട്ട്പുട്ട് നെഗറ്റീവ്. അങ്ങനെ എത്ര എണ്ണം വേണം ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ എണ്ണം ഒരു കോമ്പിനേഷനായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കണ്ടല്ലോ, സ്വിച്ച്. ഇതെങ്ങനെയാണ് സ്വിച്ച് ആയിട്ട്? ഇപ്പം നിങ്ങൾ കാണാൻ രണ്ട് ബ്രാക്കറ്റ് പോലെ രണ്ട് സാധനമുണ്ട്, അത് തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ സപ്ലൈ വന്ന് സോഴ്സ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ടച്ച് ചെയ്താൽ മാത്രമേ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ട് ആവണമെങ്കിൽ ആ സെൻറ്ററിലെ ഡോട്ട് അങ്ങ് മാറിക്കൊടുക്കണം. ആ സെൻറ്ററിലെ ഡോട്ട് രണ്ടുപേരും തള്ളി മാറ്റി വെച്ചിരിക്കുകയാണ്, തമ്മിൽ തട്ടാത്ത രീതിയിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് ക്ലോസ് ആവണമെങ്കിൽ അയാൾ അങ്ങ് മാറിക്കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഇതിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? ഒരു പോസിറ്റീവ് കാണുന്നുണ്ട്, ഒരു നെഗറ്റീവ് കാണുന്നുണ്ട്, ഒരു റൗണ്ടിനകത്ത് എ എന്ന് എഴുതി താഴെ ഒരു വരയും ഇട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ അമ്മീറ്റർ, അതും DC അമ്മീറ്റർ. DC അമ്മീറ്റർ ആയതുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ എ എന്ന് എഴുതിയിട്ട് DCയുടെ സിമ്പിളായ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പൊളാരിറ്റി ഉണ്ടെന്നുള്ള ഓർമ്മിക്കുക. ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. ഇനി അതേ അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന അവസാനം കാണുന്ന പിക്ചർ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. അതിനും ഇതേപോലെ തന്നെ വോൾട്ട്മീറ്ററാണ്. ഇതിനും പോലെ തന്നെ വോൾട്ടേജ് എന്ന് എഴുതി V എന്ന് എഴുതിയിട്ട് DC സിമ്പൽ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളാരിറ്റി ഉണ്ട്, പ്ലസും മൈനസും ഒക്കെ ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പം ഏകദേശം നമുക്ക് അത്യാവശ്യം വേണ്ട സിമ്പിൾസ് മാത്രമേ ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ കണക്ഷൻ സിസ്റ്റംസ് ആണ്. നമ്മൾ ഈ റെസിസ്റ്റേഴ്സ് എങ്ങനെയൊക്കെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ പേര് തന്നെ അതായിരുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ്, എങ്ങനെയാണ് ഒരു കണക്ഷൻ സിസ്റ്റം? അപ്പം കണക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തേന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സീരീസ്, അത് കഴിഞ്ഞാൽ പാരലൽ, അത് കഴിഞ്ഞാൽ സീരീസ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഈ കാണുന്ന ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. അപ്പോൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, R1 R2 അത് കഴിഞ്ഞ് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് RN, അതായത് അങ്ങനെ എത്ര എണ്ണം വേണോ ആവാം, മിനിമം 2 എണ്ണം വേണം. ഓക്കെ, R1 + R2 + എക്സെട്ര RN. ഇപ്പോൾ 3 ഉണ്ടെങ്കിൽ R1 + R2 + R3, 4 എണ്ണം ഉണ്ടെങ്കിൽ R1 + R2 + R3 + R4. അങ്ങനെ നമുക്ക് അങ്ങനെയാണ്. അതാണ് നമ്മുടെ റെസിസ്റ്റേഴ്സ് ആൻഡ് സീരീസിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ നമുക്ക് അടുത്തൊരു വീഡിയോയിലിട്ട് പിന്നീട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലൽ. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് നോക്കാം, ഒരേ ഇതിൽ തന്നെ ഒരേ സോഴ്സിന് എക്രോസ് ആയിട്ട് എല്ലാവരും പോയി നിൽക്കുകയാണ്. മറ്റത് അങ്ങനെയല്ല, ഒന്നിൽ നിന്ന് പാസ് ചെയ്താണ് സീരീസ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും
ടോട്ടലി ചെന്ന് ആ സോഴ്സിൽ ചെന്ന് അങ്ങ് വീഴുകയാണ്, അതിനകത്ത് എഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഫക്റ്റ് കൂടും, സോഴ്സ് ഈക്വൽ ആയിരിക്കും. എഫക്റ്റ് മീൻസ് കറണ്ട്. എഫക്റ്റ് കൂടും, സോഴ്സ് എല്ലാവർക്കും കിട്ടുന്നത് ഈക്വൽ ആയിരിക്കും. പക്ഷേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ ടോട്ടൽ എന്ന് പറയുന്നത് 1/RP. RP മീൻസ് എ പാരലൽ, ആ റെസിസ്റ്റൻസ് പാരലൽ. അപ്പോൾ 1/RP = 1/R1 + 1/R2 + 1 അങ്ങനെ എക്സെട്ര 1/RN. ഇനി രണ്ടെണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് ഈ LCM എടുത്തൊക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. ഒറ്റ എളുപ്പ വഴിയുണ്ട്. R1 R2 R1 + R2 എന്നുള്ളത് ചെയ്താൽ മതി, എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ മറന്നുകൊണ്ട് 2 റെസിസ്റ്റൻസേ ഉള്ളെങ്കിൽ R1 R2 R1 + R2, അതായത് R1 × R2 / R1 + R2. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്? റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീരീസ് നമ്മൾ കണ്ടു അല്ലേ, എത്ര റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഒരു റെസിസ്റ്റൻസ് സീരീസ് ഉള്ളൂ, R4 മാത്രം. അതേസമയം R1 R2 R3 എന്ന് പറയുന്നത് ഇവിടെ പാരലലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാരലൽ എങ്ങനെയായിരിക്കും? 1/R1 + 1/R2 + 1/R3. അതൊരു ബ്രാക്കറ്റ് ആയിട്ട് ആദ്യം ആ 1/R കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 6 നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ അല്ലേ 1/R, ആ ടോട്ടൽ R1 + R2 അത് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/R1 + 1/R2 + 1/R3 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്കൊരു 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി സീരീസ് പാരലൽ കോമ്പിനേഷനിലേക്ക് എന്ത് ചെയ്യണം? ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R + R4. അപ്പോൾ നമുക്ക് സീരീസിലേക്കുള്ളതുമായി. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഏകദേശം വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നായിരിക്കുന്നു. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.